നരച്ച മുടിയാണെങ്കിലും നല്ല കട്ട കറുപ്പാക്കാനുള്ള ഹെയർ ഡൈ ആയിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4-5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പു ഓപ്ഷണലാണ്. ഗ്രാമ്പു നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുടി നല്ല പോലെ വളരാനും അതുപോലെ തന്നെ മുടിയിലുള്ള പ്രശ്നങ്ങൾ മാറാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതാ ഒരു തവിയോളം ചായപ്പൊടിയാണ് ഇട്ടത്. ഒരു തവി നിങ്ങളുടെ കയ്യിൽ ഇടാനില്ലെങ്കിൽ ഒരു 3 സ്പൂണ് ചായപ്പൊടി നമ്മൾ ഈ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളിതുപോലെ ചായപ്പൊടിയുടെ വെള്ളം ഉണ്ടാക്കി മിക്സ് ചെയ്യുന്നത്. ഈ ഒരു ചായപ്പൊടിയിലുള്ള ഈ ഒരു സത്ത് നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡൈ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വളരെയേറെ യൂസ്ഫുൾ ആവും. ഇനി ഇത് നരച്ച മുടി കറുപ്പിക്കാൻ അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു തേയില വെള്ളം നമ്മുടെ തലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തലയോട്ടിയിലൊക്കെ ഈ ഒരു വെള്ളം വെച്ച് മസാജ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരും. മുടിയിൽ ഉണ്ടാകുന്ന താരനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള തേയില വെള്ളത്തിൻ്റെ കടുപ്പം കണ്ടോ, നല്ല കറുപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇത്രയും ചായപ്പൊടി നമ്മൾ ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചായപ്പൊടി നമ്മൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചായപ്പൊടി ആവണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കുറച്ച് നാൾ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ രുചിയൊക്കെ ഒന്ന് മാറുമ്പോൾ എടുത്ത് വെച്ച ചായപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഹെയർ ഡൈ ചെയ്യുമ്പോൾ മൈലാഞ്ചി ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മൈലാഞ്ചിയുടെ പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ മൈലാഞ്ചിയുടെയൊക്കെ പൊടി ക്വാളിറ്റി ഇല്ലാത്ത മൈലാഞ്ചിയുടെയൊക്കെ പൊടി നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈക്ക് കിട്ടണമെന്നില്ല. പിന്നെ നമ്മളിതാ മൈലാഞ്ചിയുടെ ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചായപ്പൊടിയുടെ വെള്ളം നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചധികം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 1/2 ഗ്ലാസ് തേയില വെള്ളം നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അടപ്പിലൊക്കെ ഉള്ളതൊന്നും മാറ്റാം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു തുള്ളി പോലും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന 100% നമുക്ക് റിസൾട്ട് കിട്ടാവുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണിക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു സ്റ്റെപ്പ് മാത്രമാണ്. നമ്മൾ സെക്കൻഡ് ചെയ്യുന്നൊരു സ്റ്റെപ്പ് കൂടിയുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് നരച്ച മുടി കറുത്ത കളറാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഹെയർ ഡൈ ആയാലും ഹെന്ന പാക്ക് ആയാലും നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂണിൽ അളന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ നമുക്ക് നെല്ലിക്കപ്പൊടി എടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മൈലാഞ്ചിയുടെ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു ഫെറിക് ഓക്സൈഡ് നമ്മുടെ തലയിലെത്താനും അതുപോലെ തന്നെ ഈ മിശ്രിതത്തിൻ്റെ കളറിൽ ഒരു ചേഞ്ച് വരുത്താനൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് തുരുമ്പൽ വന്നിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഈ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഹെന്നയുടെ പേസ്റ്റും ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ആയാലും നമുക്ക് പ്രശ്നമല്ല. ഈ വെള്ളം ഇല്ലാതാക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുറച്ച് അധികമായി എന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല. നീ കറക്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആദ്യം എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളിതാ ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു നാരങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ ഒന്ന് മുഴുവനായിട്ട് എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുറി നാരങ്ങ മതിയാവും. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക.
അപ്പോൾ നമ്മൾ കുരുവൊന്നും ഇല്ലാണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ കൈയൊക്കെ നല്ല പോലെ തന്നെ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് 3 മിനിറ്റ് മുഴുവനായിട്ട് വേണ്ട, നമുക്ക് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇതൊരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തലയിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും തലനീരർക്കും ജലദോഷമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലപോലെ അലർജിയുടെ ഒക്കെ പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരച്ചെടുക്കുന്ന പേസ്റ്റിലേക്ക് നമുക്ക് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വരും കേട്ടോ. നമുക്കറിയാലോ മൈലാഞ്ചി നല്ല പോലെ തന്നെ റെഡ് കളറാവുന്ന മൈലാഞ്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്കതിൻ്റെ ആ ഒരു കളറിലൊക്കെ ചേഞ്ച് വരും. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിലാവാനും പാടില്ല, കാരണം നമ്മുടെ നെറ്റിയിലൊക്കെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വാസ്ലൈനോ ഇല്ലെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഡൈ മേ ബി ഒലിച്ചിറങ്ങിയാലും അത് കളർ പിടിക്കാണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിറ്റേ ദിവസമാണ് ഇനി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു രാത്രി മുഴുവനായിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു കളറിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് മേൽവശത്ത് നല്ലൊരു കറുപ്പും അടിവശത്ത് ഈ ഒരു കളറുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് മതി. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളയൊക്കെ അലർജി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതോടെ മുട്ടയുടെ വെള്ളയോട് മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാം. നമ്മുടെ മുടി ഒന്നുകൂടെ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഷൈൻ ആവാനും ഒക്കെ നമുക്കത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക്, ഈ ഒരു ഹെന്ന പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ വരെ തലയിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാൻ. കണ്ടോ നമ്മുടെ കയ്യിലായപ്പോൾ തന്നെ ഇത്രയും കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ തലയിൽ 1 മണിക്കൂറൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല പോലെ തന്നെ റെഡ് കളറാവും. അപ്പോൾ നരച്ച മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം നല്ല പോലെ തന്നെ നല്ല ചുവപ്പ് കളറാവും. അതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ വരെ നമ്മുടെ തലയിൽ തേച്ച് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ നീലാമരിയുടെ പൊടി എത്രത്തോളം നമുക്ക് നരച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നീലാമരിയുടെ പൊടി എടുക്കാം. മൈലാഞ്ചിയുടെ പാക്ക് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ തലയിൽ യൂസ് ആക്കാം. അത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ഇനി നീലാമരിയുടെ പൊടി നമുക്ക് എത്രത്തോളം നരച്ചിട്ടുണ്ടോ ആ ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും നീലാമരിയുടെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കട്ടൻ ചായ എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായയാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കട്ടൻ ചായയാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നീലാമരി നമ്മുടെ നരച്ച മുടി കറുപ്പ് കളറാക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം തലയിൽ ഇതുപോലെ ഹെന്ന മൈലാഞ്ചി അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമുക്ക് നീലാമരി ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുത്ത കളറാവും. അപ്പോൾ നമ്മളിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ നമ്മുടെ മുടിയിൽ ഒലിച്ചിറങ്ങാതെ നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഷാംപൂസോ അല്ലെങ്കിൽ താളിയൊക്കെ വെച്ചിട്ട് തല കഴുകി കളയാം. നമ്മുടെ നരച്ച മുടി കറുപ്പ് കളറാവും 100% ഉറപ്പുള്ളതാണ്. ഇനി നല്ല പോലെ നരച്ച മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഇത് 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കറുപ്പ് കളർ കിട്ടും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല. മാത്രമല്ല നമ്മുടെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. താങ്ക്